ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ആപ്പ്. എൻട്രി ആപ്പിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ അപ്കമിംഗ് ബാങ്ക് എക്സാമിനേഷന് കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എത്ര മാത്രമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ നമ്മൾ ഇനി ഒരു കുറച്ച് നാൾ കറണ്ട് അഫേഴ്സിന്റെ കുറച്ചധികം സീരീസ് ഓഫ് ക്ലാസ്സസ് യൂട്യൂബിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വിവിധ കാറ്റഗറിയിൽ നിന്ന് കറണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അത് പേഴ്സൺസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കാം, പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നായിരിക്കാം, സ്പോർട്സിൽ നിന്നായിരിക്കാം, അതേപോലെ തന്നെ ആർട്ട്, കൾച്ചർ എന്നീ മേഖലകളിൽ നിന്നായിരിക്കാം, അതേപോലെ തന്നെ ഒരുപാട് മേഖലകൾ, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിന്ന് നമുക്ക് ചോദ്യം ചോദിക്കാം. ബാങ്കിങ്, ഫിനാൻസ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഡേയ്സ്, ഈവൻസ്, തീംസ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ 2025 ജാനുവരി മാസത്തിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട വാർത്തകൾ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ പല കറണ്ട് അഫേഴ്സിന്റെ ടോപ്പിക്കും എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്ത് തന്നെ നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾക്കൊരു ഒരു ചൂണ്ടുപലകയായിട്ട് ഉണ്ടായിരിക്കണം. കാര്യം ഏതൊക്കെ മേഖലകളിൽ നിന്നായിരിക്കും പ്രധാനപ്പെട്ട നമ്മുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും, ഈ ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങളോ അതിന്റെ ആഫ്റ്റർ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള കണ്ടന്റുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയപ്പെടുന്നത് 2025 AI ആക്ഷൻ സബ്മിറ്റിന് വേദിയായ രാജ്യം ഏതാണ്? 2025 AI ആക്ഷൻ സബ്മിറ്റിന് വേദിയായ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഓക്കെ, ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടാണ് AI ആക്ഷൻ സബ്മിറ്റ് 2025 നടന്നത്. ഓക്കെ, ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഇവന്റിൽ പങ്കെടുത്തത്. ആരാണ് പങ്കെടുത്തത്? നരേന്ദ്രമോദിയാണ് ഈ ഇവന്റിൽ പങ്കെടുത്തത്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് AI ആക്ഷൻ സബ്മിറ്റ് എന്ന പേരിൽ എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് AI അല്ലെ നിയമം, അല്ലെങ്കിൽ AI റെഗുലേറ്റ് ചെയ്യാനുള്ള നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് നാൾ മുമ്പ് പഠിച്ചതാണ്. പിന്നെ AI സെക്ഷൽ ഒഫൻസസിന് ഉപയോഗിക്കുന്നത് തടയാൻ, അതായത് കുട്ടികൾക്കെതിരെയുള്ള ചൈൽഡ് പോണോഗ്രാഫി ആൻഡ് AI എന്നുള്ള വിഷയത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം പാസാക്കിയത് UK പാർലമെന്റ് ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലും AIക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളുള്ള ഒരു മേഖലയായിട്ട് മേക്ക് AI ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊജക്ട് 2024-25 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പായി വരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ AI ആക്ഷൻ സബ്മിറ്റ് എന്ന് പറയുന്നത് AIയുടെ സാധ്യതകൾ, AIയുടെ വെല്ലുവിളികൾ ഇവയൊക്കെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സബ്മിറ്റ് ആണ്. നമ്മൾ ഇന്ത്യ AIയുടെ ഒരു ഗ്ലോബൽ ലീഡറായിട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഗ്ലോബൽ ലീഡർ ആകാൻ ആസ്പിറേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് ശ്രീ നരേന്ദ്രമോദി AI ആക്ഷൻ സബ്മിറ്റ് 2025 പാരീസിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ AI ആക്ഷൻ സബ്മിറ്റ് എവിടെ വെച്ചിട്ടാണ് നടന്നതെന്നും, അതേപോലെ തന്നെ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് ആരാണ് പങ്കെടുത്തത് അല്ലെ, ഓപ്ഷനിൽ നമ്മുടെ പ്രസിഡന്റിന്റെ പേര് വന്നാലോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററുടെ പേര് വന്നാലോ, IT കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററുടെ പേര് വന്നാലോ ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ AI ആക്ഷൻ സബ്മിറ്റ് 2025 ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടന്നത്. ഹോസ്റ്റ് ചെയ്തത് ഫ്രാൻസ് ആണ്. പാരീസ് ആയിരുന്നു ഹോസ്റ്റ് സിറ്റി. പങ്കെടുത്തത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കിയേ. അണ്ടർ വിച്ച് പ്രോഗ്രാം ടീം ഇനിഷ്യേറ്റീവ് ഹാസ് ബീൻ ലോഞ്ച്ഡ്? 2025 കേന്ദ്ര സർക്കാർ ലോഞ്ച് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവിന്റെ പേരാണ് ടീം ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ടീമിന്റെ പൂർണ്ണരൂപം ട്രേഡ് എനേബിൾമെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ടീമിന്റെ പൂർണ്ണരൂപം. ടീമിന്റെ പൂർണ്ണരൂപം എന്താണ്? അതാ ഇവിടെ ഉണ്ടല്ലോ, ട്രേഡ് എനേബിൾമെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ടീമിന്റെ പൂർണ്ണരൂപം. ഈ ടീം ഇനിഷ്യേറ്റീവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? ടീം ഇനിഷ്യേറ്റീവ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റാം പ്രോഗ്രാമുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ റാമിന്റെ പൂർണ്ണരൂപം എന്താണ്? റൈസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് MSME പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് റാമ്പിന്റെ പൂർണ്ണരൂപം. രാജ്യത്ത് MSME പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു സ്കീമാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് റാം പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നാണ് നമുക്കറിയാം അല്ലെ. അപ്പം അത് റാം പ്രോഗ്രാം അല്ലെങ്കിൽ ടീം ഇനിഷ്യേറ്റീവുമായിട്ടാണ് അതിന് ബന്ധം അല്ലെ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, MSME സെക്ടർ വളരെയധികം സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് നമുക്ക് ഇതുവരെയുള്ള ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം മുദ്ര പോലെയുള്ള സ്കീമുകളുണ്ട്. അപ്പം മുദ്രയുടെ പുതുക്കിയ ലോൺ നിരക്ക് നമുക്കറിയാലോ. തരുൺ പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറിയിലൂടെ 20 ലക്ഷം രൂപയായിട്ട് MSME സെക്ടറിന്റെ ലോൺ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
അല്ലെ. MSME സെക്ടറിന്റെ ലോൺ ഫെസിലിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ വരെ ആയിരുന്നു അത്. അതിന്റെ അല്ലെ ഈ മുദ്ര സ്കീമിന്റെ 10ാമത്തെ വർഷമാണ്. ഈ വർഷം മെയ് മാസം 9 ആവുമ്പോൾ 2025 മെയ് മാസം 9 ആവുമ്പോൾ മുദ്ര സ്കീം വന്നിട്ട് എത്ര വർഷം പൂർത്തിയാവും, 10 വർഷം പൂർത്തിയാവും. ഈ 10 വർഷം പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ എന്താണ് മുദ്ര യോജനയുമായി ബന്ധപ്പെട്ട ലോണിന്റെ എമൗണ്ട് 10 ലക്ഷത്തിൽ നിന്ന് മാക്സിമം ലിമിറ്റ് 20 ലക്ഷമായി ഉയർത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഓർത്തിരിക്കേണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് റാംപിന്റെ ഭാഗമായിട്ട് ടീം ഇനിഷ്യേറ്റീവ് അല്ലെ. ടീമിന്റെ പൂർണ്ണരൂപം എന്താണ്, ട്രേഡ് എനേബിൾമെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ട്രേഡ് എനേബിൾമെന്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് എന്തിന്റെ പൂർണ്ണരൂപം, ടീമിന്റെ അല്ലെ. ടീമിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അതും നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യത്തോടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോയി കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്, ഇൻക്രീസ് ഇൻ ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റെഡ്യൂസ് എക്സ്പോർട്ട് ഉണ്ട്. അപ്പൊ റെഡ്യൂസ് എക്സ്പോർട്ട്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നെഗറ്റീവ് ആയിട്ടുള്ളത് ആദ്യം നമുക്ക് ഒഴിവാക്കാം. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, മിനറൽ എക്സ്പ്ലോറേഷൻ, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, മിനറൽ എക്സ്പ്ലോറേഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, മിനറൽ എക്സ്പ്ലോറേഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷനെ സംബന്ധിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ PIB പുറത്തിറക്കിയിട്ടുള്ള ഒരു മിനറൽ മിഷനെ സംബന്ധിച്ചുള്ള എന്നാണ് ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഈ ഒരു നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്, എൻഹാൻസ് ട്രേഡ് വിത്ത് റിസോഴ്സ് എൻഡോവ്ഡ് countries. ഒന്നാമത്തെ ലക്ഷ്യമാണ് എൻഹാൻസ് ട്രേഡ് വിത്ത് റിസോഴ്സ് എൻഡോവ്ഡ് കൺട്രീസ്, എലിമിനേറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ്, റീസൈക്കിളബിൾ മെറ്റീരിയൽസ്. ഓക്കെ, അതായത് എന്താണ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ക്രിട്ടിക്കൽ മിനറൽസിന്റെയും റീസൈക്കിളബിൾ മെറ്റീരിയൽസിന്റെയും ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പൊ കൂടുതൽ നമ്മുടെ രാജ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഇമ്പോർട്ട് നടത്താനായിട്ട് എന്ത് ചെയ്യുന്നു, കഴിയുന്നു. അതുപോലെ തന്നെ ഡെവലപ്പ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ സ്റ്റോക്ക് പെയിൽ. ഓക്കെ, അപ്പം അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻസിന്റെ എയിം എന്താണെന്ന്. ഓക്കെ, അപ്പൊ എൻഹാൻസ് ട്രേഡ് ആൻഡ് മാർക്കറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ മിനറൽ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്കീം എന്താണ്, വികസിത ഭാരത്, അതായത് 2047 നമ്മൾ ലക്ഷ്യം വെക്കുന്ന വികസിത ഭാരതിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചൂണ്ടുപലകയായിരിക്കും അത്. അപ്പൊ നമുക്ക് ഇതൊരു PIBയുടെ മിനിസ്റ്ററി ഓഫ് മൈൻസ് പുറത്തുവിട്ട PIBയുടെ ജസ്റ്റ് ഒരു അവരുടെ ഒരു പരസ്യം ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെയധികം നമ്മളുടെ ഒരു ഒബ്സർവേഷൻ വളരെയധികം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളാണ് PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അതേപോലെ തന്നെ നാഷണൽ ചാനൽസ് എന്ത് ചെയ്യുക, ന്യൂസസ് ഒക്കെ കേൾക്കുക, വളരെ നല്ലൊരു കാര്യമാണ്. ആ ന്യൂസസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കുക, പത്രം വായിക്കുക. ഓക്കെ, നമ്മൾ ഈ പത്രം വായിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരുടെ അടുത്തും നമ്മൾ പറയുന്ന കാര്യമാണ് പത്രം വായിക്കുക. അപ്പൊ പത്രം വായന കുറച്ചധികം ബോറാവുകയാണെങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ ബോറാവുകയാണെങ്കിൽ ന്യൂസസ് നോക്കാം. അതേപോലെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ PIBയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു മിനിസ്റ്ററിയുടെ ഏതെങ്കിലും മിനിസ്റ്ററി, അതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്ററിയുടെ ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രധാനപ്പെട്ട മിനിസ്റ്ററികളുടെ എല്ലാം എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, വളരെ നല്ല രീതിയിൽ തന്നെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവും നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എൻഹാൻസ് ട്രേഡ് വിത്ത് റിസോഴ്സ് എൻഡോവ്ഡ് കൺട്രീസ്, എലിമിനേറ്റ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ്, റീസൈക്കിളബിൾ മെറ്റീരിയൽസ് ആൻഡ് ഡെവലപ്പ് നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ സ്റ്റോക്ക്. ഇത്രയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലായിരുന്നോ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വെൻ ലിസ്റ്റഡ് പ്ലാറ്റ്ഫോം ലോഞ്ച്ഡ് ബൈ സെബി? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 2025 നടപ്പാക്കിയ വെൽ ലിസ്റ്റഡ് പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ടു അലൗ ട്രേഡിംഗ് ഓഫ് ഷെയർസ് ബിഫോർ ലിസ്റ്റിംഗ്.
നമുക്കറിയാലോ ഈ ഷെയർസിന്റെ ട്രേഡിങ് ബിഫോർ ലിസ്റ്റിംഗിന് മുമ്പ് നടപ്പാക്കുക. അവിടെ എന്ത് ചെയ്യുക, കൃത്യമായ ഒരു ലിബറലൈസ്ഡ് പ്ലാൻ കൊണ്ടുവരിക. എന്തുകൊണ്ടുവരിക? ലിബറലൈസ്ഡ് പ്ലാൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ടു അലോ ട്രേഡിംഗ് ഓഫ് ഷെയർസ് ബിഫോർ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന വെൻ ലിസ്റ്റഡ് പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ വാട്ട് കെമിക്കൽ സസ്പെക്ടഡ് ടു ബി ബിഹൈൻഡ് 17 ഡെത്ത്സ് ഇൻ ബാദൽ വില്ലേജ് ഓഫ് ജമ്മു കാശ്മീർ. ഇപ്പൊ ഈ ജമ്മു കാശ്മീരിൽ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടതിൽ വെച്ച് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു എന്ന് പറയുന്നത് കീടനാശിനിക്ക് സമമായിട്ടുള്ള വിഷവാതകം ചോർന്ന് 17 പേർ മരിച്ചത്. അതിന് കാരണമായിട്ടുള്ള വിഷവാതകം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതിനുശേഷം വന്നിട്ടുള്ള ദ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എന്ത് ചെയ്യുന്നു, കാണാനായിട്ട് കഴിയുന്നുണ്ട്. 17 പേരുടെ പറഞ്ഞത് ഡോക്ടേഴ്സ് ട്രീറ്റിംഗ് പേഷ്യൻസ് ഫ്രം ജമ്മു കാശ്മീർസ് ബാദൽ വില്ലേജ് സെഡ് മൺഡേ ദാറ്റ് ഓർഗാനോഫോസ്ഫേറ്റ്. ഓക്കെ, ഓപ്ഷനകത്ത് ഓർഗാനോഫോസ്ഫേറ്റ് ഉണ്ടോ? ഉണ്ടല്ലോ, കിടക്കുന്നു. Organophosphate chemical that are used in pesticides and insecticides could be behind 17 deaths that had spread panic in the village. 17 മരണങ്ങൾക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ബാദൻ, അല്ലയോ? ബാദൻ എന്ന് പറയുന്ന ഗ്രാമത്തിൽ. ഏത് ഡിസ്ട്രിക്റ്റിലാണ് അത്? രജൌരി എന്ന് പറയപ്പെടുന്ന ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ ബാദൽ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഈ ഇടയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞ 17 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ബാദൻ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ജമ്മു കാശ്മീരിലെ ഡിസ്ട്രിക്റ്റിന്റെ പേര് ചിലപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുത്തരം പറഞ്ഞാൽ മതി? രജൌരി എന്നാണ് ഉത്തരം പറയുക. രജൌരി എന്നുള്ള ഉത്തരം എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം രാജ്യത്ത് ഒരുപാട് ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു ഈ രജൌരിയിലെ അല്ലെങ്കിൽ ബാദൽ വില്ലേജിലെ 17 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള കെമിക്കലിന്റെ പേരാണോ ഓർഗാനോഫോസ്ഫേറ്റ്. മനസ്സിലായല്ലോ? പെസ്റ്റിസൈഡ്സിലും ഇൻസെക്ടിസൈഡ്സിലും ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഓർഗാനോഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കെമിക്കൽ വേർഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സയന്റിഫിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഈ 17 പാവപ്പെട്ടവരുടെ മരണത്തിന് കാരണമായ ഈ ഒരു സംഭവമായിട്ട് മാറിയത് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ വാട്ട് ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ ജമ്മു ആൻഡ് കാശ്മീർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി കൺസർവേഷൻ ഓഫ് ചിനാർ ട്രീസ്. അപ്പൊ നമ്മള് ജമ്മു കാശ്മീരിലേക്ക് ചെന്നാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചിനാർ ട്രീസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ജമ്മു കാശ്മീരിന്റെ തന്നെ ഒരു ഐഡന്റിറ്റിയാണ് ചിനാർ ട്രീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിനാർ ട്രീസിന്റെ കൺസർവേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ജമ്മു കാശ്മീർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച ഏറ്റവും പുതിയൊരു പ്രൊജക്ടിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയണം. ഡിജിറ്റൽ ട്രീ ആധാർ ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഡിജിറ്റൽ ട്രീ ആധാർ ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ് എന്തെന്ന് പറയപ്പെടുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസ് എന്ന് പറയുന്നു, ആൻ ഇനിഷ്യേറ്റീവ് ഇൻ മൂവ് ജമ്മു കാശ്മീർ ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡിജിറ്റൽ ട്രീ ആധാർ ഇനിഷ്യേറ്റീവ്. ഇതാ കിടക്കുന്ന പേര്, ഡിജിറ്റൽ ട്രീ ആധാർ ഇനിഷ്യേറ്റീവ് ഫോർ ഇറ്റ്സ് ഐക്കോണിക് ചിന്നാർ ട്രീസ്. The main aim of this is to preserve regions' iconic chinar trees, and the project combines modern technology with the ecological effort. It is to safeguard these old trees from modern threats and climate change. അപ്പം മോഡേൺ ത്രെഡുകൾ ഒരുപാടുണ്ട് മരങ്ങൾക്ക്. അത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാമല്ലോ. വികസനത്തിന്റെ പേരിൽ അല്ലെ ഒരുപാട് മരങ്ങൾ വെട്ടിമുറിക്കപ്പെടുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് മരങ്ങൾ നശിക്കുന്നതും ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട കാണുന്നുണ്ട്. മാൻമെയ്ഡ് ആയിട്ട് മരങ്ങൾ ഒരുപാട് നശിക്കുന്നുണ്ട്. ഇക്കോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ട് മരങ്ങൾക്ക് നാശം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയാണ് ഇന്ന് ജമ്മു കാശ്മീരിലെ ഐക്കോണിക് ആയിട്ടുള്ള ചിന്നാർ ട്രീസ്. അപ്പൊ ആ ചിന്നാർ ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർ എന്ത് ചെയ്യുകയാണ്, ജിയോ ടാഗ് ചെയ്യുകയാണ്. ജിയോ ടാഗ് ചെയ്യുകയാണ്. ആ ജിയോ ടാഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവിന്റെ പേരാണ് ഡിജിറ്റൽ ട്രീ ആധാർ ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവിന്റെ പേരെന്താണ്? ഡിജിറ്റൽ ട്രീ ആധാർ ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ് ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ പേര്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം ഒന്ന് പോയി കഴിഞ്ഞാൽ വേർ വാസ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യാസ് റീസെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ന്യൂ റീജിയണൽ ഓഫീസ്.
നമുക്കറിയാമല്ലോ നാഷണൽ വാട്ടർവേസ് റെഗുലേറ്റ് ചെയ്യുന്ന ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റീജിയണൽ ഓഫീസ് ഈ ഇടയ്ക്ക് ഇന്ത്യയിൽ നിലവിൽ വരികയുണ്ടായി. എവിടെയാണ് നിലവിൽ വന്നത്? അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് വാരണാസിയിലാണ്. നോക്കിയേ, വാരണാസിയിലെ ആ ഒരു ഓഫീസിനെ സംബന്ധിച്ച് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആക്ടിവിറ്റീസ് ഇൻ നാഷണൽ വാട്ടർവേസ് നമ്പർ 1. അലഹാബാദ് ടു ഹാൽഡിയ ആണ് നാഷണൽ വാട്ടർവേസ് 1 എന്ന് പറയുന്നത്. റിവർ ഗംഗ. അപ്പോൾ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ എന്ന് പറയുമ്പോൾ ഏത് നദി തന്നെ ആയിരിക്കും? ഗംഗാ നദി തന്നെ ആയിരിക്കും. നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ഡൗട്ടും ഒന്നുമില്ല. അപ്പം അണ്ടർ മിനിസ്റ്ററി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് അപ്ഗ്രേഡഡ് എക്സിസ്റ്റിംഗ് സബ് ഓഫീസ് ഓഫ് വാരണാസി ടു എ ഫുൾ ഫ്ലെഡ്ജ്ഡ് റീജിയണൽ ഓഫീസ്. അപ്പൊ നിലവിൽ ഇൻലാൻഡ് വാട്ടർവേസിന്റെ സബ് ഓഫീസ് വാരണാസിയിൽ പ്രവർത്തിച്ചിരുന്നു. അത് എന്ത് ചെയ്തിരുന്നു? അതിന്റെ ഒരു റീജിയണൽ ഓഫീസായിട്ട് എന്ത് ചെയ്യാണ്? അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിലവില് 5 റീജിയണൽ ഓഫീസസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിരുന്നു. അപ്പം വാരണാസിയും കൂടെ വരുമ്പോൾ അത് എത്രയായിട്ട് ഉയരുകയാണ്? 6 ആയിട്ട് ഉയരുകയാണ്. അപ്പൊ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 5 റീജിയണൽ ഓഫീസ് എവിടെയൊക്കെയാണ്? ഗുവാഹത്തി ആസാമിലുണ്ട് നിലവിൽ, പാട്ന ബീഹാർ, കൊച്ചി കേരളത്തിൽ എവിടെയുണ്ട്? കൊച്ചിയിലുണ്ട്. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒഡീഷ, ഭുവനേശ്വർ, കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ നൗ ഹാവ് ഇറ്റ്സ് 6th റീജിയണൽ ഓഫീസ്. അപ്പം 2025 ജാനുവരി മാസം 23 ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എത്രാമത്തെ റീജിയണൽ ഓഫീസാണ് വാരണാസിയിൽ വന്നത്? അത് 6ാമത്തതാണ്. എത്രാമത്തതാണ് വന്നത്? 6ാമത്തതാണ് എന്നുള്ള കാര്യം കൂട്ടുകാർ കൃത്യമായിട്ടും ഓർത്തിരിക്കുക, പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ വാരണാസിയിലാണ് വന്നിട്ടുള്ളതും അത് 6ാമത്തതാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധനൂരി വെറ്റ്ലാൻഡ്. മനസ്സിലായാലോ? ധനൂരി വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന വെറ്റ്ലാൻഡ് ഈ ഇടയ്ക്ക് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ 2.0? നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ 2.0 ഈ ഇടയ്ക്ക് കേന്ദ്ര സർക്കാർ ലോഞ്ച് ചെയ്തു. എന്താണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ക്ലോസ് ഓപ്ഷൻ ആണ്. ഇൻക്രീസിംഗ് 5G ഇൻഫ്രാസ്ട്രക്ചർ, enhancing telecom accessibility and security, expanding satellite communication, launching digital education platform. അല്ലെ, എല്ലാം ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നമുക്ക് ആദ്യം എന്താണ് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷനുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയാലും ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം വളരെയധികം കൺഫ്യൂസിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഓപ്ഷൻ ആണ്. എന്നിരുന്നാലും ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? എൻഹാൻസിംഗ് ടെലികോം ആക്സസിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, എൻഹാൻസിംഗ് ടെലികോം ആക്സസിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ബ്രോഡ്ബാൻഡിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രസ് നോട്ട് വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഫ്രൈഡേ ലോഞ്ച്ഡ് മിഷൻ ഡോക്യുമെന്റ് ഫോർ നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ 2.0. ഓക്കെ, 2025 എന്താരംഭിച്ചിട്ടുള്ളത്? നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ 2.0 ആരംഭിച്ചത്. എ ഫോളോ അപ്പ് ടു പ്രീവിയസ് NBM റിലീസ്ഡ് ഇൻ ഡിസംബർ 2019. അത് 2019 ഒന്നാമത്തെ വെർഷൻ, അതിപ്പോ രണ്ടാമത്തെ വെർഷൻ ആയിട്ട് വരുന്നു. ദ ഗ്രോത്ത് ഓഫ് ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷൻ സെർവ്സ് ദി ഫുൾക്രോം ദി ഫൗണ്ടേഷൻ ആൻഡ് ബേസ് ഓഫ് ലോഞ്ച് ഓഫ് NBM നാഷണൽ ബ്രോഡ്ബാൻഡ് മിഷൻ. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമുക്കറിയാലോ ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ദ ഗോൾ ഓഫ് ന്യൂ NBM include improved fiberization in rural areas, faster fixed internet speeds and improving right of way telecom infrastructure. ഇതൊക്കെയാണ് NBMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഏതൊക്കെയാണ്? ഫൈബറൈസേഷൻ ഓഫ് റൂറൽ ഏരിയാസ്, faster fixed internet speed, improving right of telecom infrastructure. The mission aims to expand operational fiber connectivity to 2.7 lakhs villages by 2030. അപ്പൊ 2030 എന്നതോടുകൂടി 2030 വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇയർ ആണ്. 2030 ഇന്ത്യയിൽ ഓപ്പറേഷണൽ ഫൈബർ കണക്ടിവിറ്റി 2.7 ഗ്രാമപ്രദേശങ്ങളിലേക്ക്, വില്ലേജസിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നിലവിൽ 50,000 സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നു? Now 90% of agar institutions like schools, anganwadis, public health centers and
panchayat offices should be connected through fiber by then, as well as mission says the share of rural Indians who were subscribers should grow from 45% to 60%. മനസ്സിലായല്ലോ? അപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ 5 വർഷം കൊണ്ട് 2.7 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് നാഷണൽ ഫൈബർ മിഷൻ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സ്കൂളുകൾ, അംഗനവാടികൾ, പബ്ലിക് ഹെൽത്ത് സെന്റർ, പഞ്ചായത്തുകൾ എന്നിവയിലെല്ലാം എന്ത് ചെയ്യുക, ഫൈബർ കണക്ടിവിറ്റി ഉറപ്പാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളവരുടെ എണ്ണം നിലവിൽ 45% നിന്ന് എത്ര ശതമാനമായിട്ട് ഉയർത്തുക, 60% ഉയർത്തുക. 2030 ആകുമ്പോഴത്തേക്ക് 60% സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതും NBMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കട്ടെ. ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആരാണ്? വേൾഡ് ഇക്കണോമിക് ഫോറം ആണ്. ഈ ഇടയ്ക്ക് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെയായിരുന്നു ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് ഓൺ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പുറത്തുവിട്ട സ്ഥാപനം ഏത് സ്ഥാപനമാണ്? അത് വേൾഡ് ഇക്കണോമിക് ഫോറം ആണ്. ആരാണ് പുറത്തുവിട്ടത്? വേൾഡ് ഇക്കണോമിക് ഫോറം ആണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് എയർപോർട്ട് വാസ് ദി ഫസ്റ്റ് ടു ലോഞ്ച് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം? FTI-TTP-യുടെ പൂർണ്ണ രൂപം എന്താണ്? ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്ത എയർപോർട്ട് ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഏത് എയർപോർട്ടാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. നമ്മൾ ഈ വേർഡിൽ കേട്ടോട്ട് ഇമിഗ്രേഷൻ നടപടികൾ വളരെയധികം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് FTI-TTP-യുടെ ലക്ഷ്യം. ഓക്കെ, FTI-TTP-യുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അടുത്ത പോയിന്റിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ, on which day National Startup Day celebrated in India? ഓക്കെ, ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? ജനുവരി മാസം 16-നാണ്. ഓക്കെ, ജനുവരി മാസം 16-നാണ്. 9 വർഷമാകുന്നു. അതായത് 2016 മുതലാണ് ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ഡേ, നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ഒബ്സർവ് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിന് ജനുവരി മാസം 16 അതിനെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ദിവസത്തിനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതും. അപ്പം ഈ വർഷത്തെ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേയിൽ ഒരു ബ്രോഷർ PIB പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത, അതിന്റെ ടൈറ്റിൽ തന്നെ 9 years ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ജനുവരി 15, 2025 അല്ലെങ്കിൽ ആ ഒരു സമയമാകുമ്പോൾ ഇന്ത്യയിൽ ആകെ 1.59 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ എംപ്ലോയ്മെന്റ് ജനറേഷന്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ളത് 16.67 ലക്ഷം. എത്രയാണ്? 16.67 ലക്ഷം അഭ്യസ്ത വിദ്യരായിട്ടുള്ള, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് 1,59,000 സ്റ്റാർട്ടപ്പുകളാണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എന്താണ്? 73,151 സ്റ്റാർട്ടപ്പുകൾ, 73,151 സ്റ്റാർട്ടപ്പുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിമൺ ഡയറക്ടേഴ്സ് എങ്കിലും ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എംപ്ലോയ്മെന്റ് ജനറേഷൻ മാത്രമല്ല, അത് എന്തിനും കഴിയുന്നുണ്ട്? വിമൺ എംപവർമെന്റിനും കഴിയുന്നുണ്ട്. അതായത് 1,59,000 സ്റ്റാർട്ടപ്പുകളിൽ ഒരു വിമൺ ഡയറക്ടർ എങ്കിലും ഉള്ള 73,151 സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പൊ ഈ 9 years ഓഫ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേയുടെ അന്ന് പുറത്തുവിട്ട ഈ ഒരു ബ്രോഷർ നമുക്ക് 1 മാർക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. കാര്യം, ഈ കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പറാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പറാണ്. ആ നമ്പർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, അത് നോക്കുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉള്ളത് മനസ്സിലായില്ല? സ്റ്റാർട്ടപ്പുകൾ ജോബ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് എവിടെയാണ് എന്ന് നോക്കാം. ഇൻഡസ്ട്രീസ് ലീഡിംഗ് ജോബ് ക്രിയേഷൻ സ്റ്റാർട്ടപ്പുകൾ, അതായത് സ്റ്റാർട്ടപ്പുകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്റ്റാർട്ടപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ IT സർവീസസ് ആണ്. എന്താണ്? IT സർവീസസ് ആണ്. പോയ വർഷം എന്താണ്?
0.4 ലക്ഷം തൊഴിലവസരങ്ങളാണ് IT ഹിംസെൽഫ് ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് മേഖലയിൽ 1.47 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടായി. അതുപോലെ പ്രൊഫഷണൽ ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസസിൽ 94,060 തൊഴിലവസരങ്ങളും എഡ്യൂക്കേഷനിൽ 90,414 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ആർക്ക് കഴിഞ്ഞു? സ്റ്റാർട്ടപ്പ് മിഷന്. ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? സ്റ്റാർട്ടപ്പ് മിഷന് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ, ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് 77th ആർമി ഡേ ആൻഡ് ദ ലോഞ്ച് ഓഫ് ഭാരത് രണഭൂമി ദർശൻ വെബ്സൈറ്റ് ബൈ ഡിഫൻസ് മിനിസ്റ്റർ, വാട്ട് ഈസ് ദി പ്രൈമറി ഫോക്കസ് ഓഫ് വെബ്സൈറ്റ് കണ്ടന്റ്? 77ാമത്തെ ആർമി ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തു? ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ആ വെബ്സൈറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഭാരത് രണഭൂമി ദർശൻ എന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് പോകും. ഭാരത് രണഭൂമി മിഷന്റെ രണഭൂമി ദർശന്റെ ലക്ഷ്യം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്റെ ശരിയായിട്ടുള്ള ഉത്തരവ് എന്താണ്? ബാറ്റിൽ ഫീൽഡ് ടൂറിസം ആണ്. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട യുദ്ധഭൂമിയിലേക്കും യുദ്ധഭൂമിയുമായി ബന്ധപ്പെട്ട ചരിത്രം മനസ്സിലാക്കാനും നമ്മുടെ യുദ്ധത്തിൽ ധീരരക്തസാക്ഷിത്വം വഹിച്ച പ്രധാനപ്പെട്ട നമ്മളുടെ ഇന്ത്യൻ ആർമിയിലെ നമ്മളുടെ പട്ടാളത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ആ ഒരു ചരിത്രമൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്ത് പദ്ധതി വരുന്നു? ഭാരത് രണഭൂമി ദർശൻ പദ്ധതി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് DD ന്യൂസിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാരത് രണഭൂമി മിഷൻ 2025 ആരംഭിക്കുമ്പോൾ 77 സൈറ്റുകളെയാണ് ഇതിന്റെ ഭാഗമായി ടൂറിസം സൈറ്റുകളായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഭാരത് രണഭൂമി മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 77 സ്ഥലങ്ങളെ നമുക്ക് ബാറ്റിൽ ഫീൽഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? വിസിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. എന്തിനാണ് ഈ ഒരു പ്രോഗ്രാം? ഡെസിഗ്നേറ്റഡ് ടു റൈസ് അവയർനെസ് ബൈ ഓപ്പണിംഗ് ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ലൊക്കേഷൻ ലിങ്ക് ടു ദി വാലിയർ ആൻഡ് സാക്രിഫൈസ് ഓഫ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ആർമിയുടെ സാക്രിഫൈസും ധീരതയും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ടാണ് 77 സൈറ്റ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, അപ്പം യൂണിയൻ മിനിസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് കൾച്ചർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സെറ്റ് ഓൺ മൺഡേ റിട്ടേൺ റിപ്ലൈ ടു ലോക്സഭ എന്ന് പറയുന്നു. അപ്പം എത്ര ആണ്? 77 ആണ്. മനസ്സിലായത്? 77നകത്ത് 11 സൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു കാശ്മീരിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാരത് രണഭൂമി സൈറ്റുകൾ ഉള്ളത് ജമ്മു കാശ്മീരിലാണ്, 11. ഹിമാചൽ പ്രദേശിൽ 4 എണ്ണമാണുള്ളത്. എത്ര എണ്ണമാണുള്ളത്? ഹിമാചൽ പ്രദേശിൽ 4 എണ്ണമാണുള്ളത്. രാജസ്ഥാനിൽ 7 എണ്ണമാണുള്ളത്. മനസ്സിലായാലോ? രാജസ്ഥാനിൽ 7 എണ്ണമാണുള്ളത്. സോറി, ഏറ്റവും കൂടുതലുള്ളത് ജമ്മു കാശ്മീരിലല്ല, ക്ഷമിക്കണം, അരുണാചൽ പ്രദേശിലാണ് 21 എണ്ണം. കേട്ടോ, 21 എണ്ണം. സോറി, ജമ്മു കാശ്മീരിൽ 11 എണ്ണമേ ഉള്ളൂ. 21 എണ്ണമാണ് ഇവിടെ ഉള്ളത്. അരുണാചൽ പ്രദേശിലുള്ളത്. 5 ഇൻ ഗുജറാത്ത്. എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് ഗുജറാത്തിലുള്ളത്. 5 ഇൻ ലഡാക്ക്. അപ്പം ജമ്മു കാശ്മീരിലെ 11, ലഡാക്കിലെ 5, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ 21, ഉത്തരാഖണ്ഡിലെ 8. ഓക്കെ, പിന്നീട് 4 എണ്ണം വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. രാജസ്ഥാനിൽ 7 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ 77 സൈറ്റുകളാണ്. എത്ര സൈറ്റുകളാണുള്ളത്? 77 സൈറ്റുകളാണ് ഉള്ളത്. അപ്പം 2025 ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്തത്. ഭാവിയിൽ കൂടുതൽ ഭാരത് രണഭൂമി സൈറ്റുകൾ ഉണ്ടായിരിക്കും. ഇനി അടുത്ത വർഷമായിരിക്കും കൂടുതൽ സൈറ്റുകളെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നിലവിലെ ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാരത് രണഭൂമി സൈറ്റുകൾ ഉള്ളത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണുള്ളത്? അരുണാചൽ പ്രദേശിലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൂട്ടുകാരെ ഓർത്തിരിക്കുക. വളരെ കൃത്യമായിട്ട് തന്നെ കൂട്ടുകാർ ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ഭാഷിണി ഇനിഷ്യേറ്റീവ്? ഭാഷിണി ഇനിഷ്യേറ്റീവ് ഒക്കെ നമ്മുടെ ഈ മഹാകുംഭമേള സമയത്ത് വളരെയധികം എന്ത് ചെയ്യപ്പെട്ടതാണ്? ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ടു എൻഷുർ ആക്സസ് ടു ഡിജിറ്റൽ സർവീസസ് ഇൻ ലോക്കൽ ലാംഗ്വേജസ്. നമ്മുടെ രാജ്യത്തെ ഏത് തരത്തിലുള്ള ഡിജിറ്റൽ സർവീസസും നമ്മുടെ പ്രാദേശിക ഭാഷയിൽ ലഭ്യമാകാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഭാഷിണി ഇനിഷ്യേറ്റീവ്. കിടക്കുന്നു. ഭാഷിണി is a revolutionary initiative under Digital India program to ensure seamless communication and accessibility for all participants by providing multilingual access in 11 languages. അപ്പം ഭാഷിണി ഇനിഷ്യേറ്റീവ് പ്രകാരം എത്ര ഭാഷകളിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? റീജിയണൽ ലാംഗ്വേജ് ആക്സസ് ഉണ്ടായിരിക്കുക. അതിന്റെ ഉത്തരം 11 ആണ്. മനസ്സിലായാലോ? അതിന്റെ ഉത്തരം
11 പിന്നീട് അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം ഈ ഒരു ചോദ്യമാണ് അല്ലയോ, ഭാഷണി ഇനിഷ്യേറ്റീവിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. എത്ര ലാംഗ്വേജിൽ അത് ലഭിക്കുന്നു എന്നുള്ള ചോദ്യം രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് ഏത് മിഷന്റെ ഭാഗമായിട്ടാണ്, അത് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഭാഷിണി മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് ഓർഗനൈസേഷൻ റീസെന്റ് ഡിക്ലെയർഡ് 2024 ആസ് ദി വാമസ്റ്റ് ഇയർ ഓൺ ദ റെക്കോർഡ്. നമ്മളെ വിട്ടുപോയ 2024 ഈ ചരിത്രത്തിലെ, ഭൂമിയുടെ തന്നെ ചരിത്രത്തിലെ, മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ ഒരു വർഷമായി പ്രഖ്യാപിച്ചത് ആരാണ്? വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്, WMO ആണ്. ആരാണ്? WMO ആണ് അങ്ങ് ഒരു പ്രഖ്യാപനം നടത്തിയത്. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ. ദ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഹാസ് കൺഫേംഡ് ദാറ്റ് 2024 is the warmest year on the record based on 6 international data sets. In past 10 years, all have all been in top 10 in an extraordinary streak of record-breaking temperatures. ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കീസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷന്റെ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2015 മുതൽ അത് 2024 വരെയാണ്. വി ഹാവ് ലൈക്ലി ടു സിങ് ഫസ്റ്റ് കാലണ്ടർ ഇയർ വിത്ത് എ ഗ്ലോബൽ മീൻ ഓഫ് ടെമ്പറേച്ചർ മോർ ദാൻ 1.5 degrees Celsius above in the 1850 to 900 average. 6 international database are used to research consolidated WMO figure. അതായത് 6 ഇന്റർനാഷണൽ ഡേറ്റാ സെറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംവിധാനം എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പം 2024 എന്ന് പറയപ്പെടുന്നത് ലാൻഡിലും സീയിലും സർഫസ് ടെമ്പറേച്ചറും ഓഷ്യൻ ഹീറ്റും എല്ലാം വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ പാരീസ് എഗ്രിമെന്റ് ഒക്കെ നടപ്പാക്കുന്നതിനുള്ള താമസം, അതായത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറയ്ക്കാനുള്ള പാരീസ് എഗ്രിമെന്റ് ഒക്കെ നടപ്പാക്കാനുള്ള താമസം ലോകത്തെ വലിയ അപകടങ്ങളിലേക്കൊക്കെ നയിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ക്ലാസ് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഒരു ഒക്ടോബർ ഒക്കെ കഴിഞ്ഞ് മാർച്ച് ഒക്കെ അല്ലെ ആകുമ്പോഴേ എന്ത് ചെയ്യുന്നുള്ളൂ, ശക്തമായിട്ടുള്ള ഒരു ചൂട് അനുഭവപ്പെട്ട് തുടങ്ങത്തുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അല്ലെ ഒരു ഡിസംബർ പകുതിയോടെ തന്നെ നമുക്ക് ഈ വർഷം അല്ലെ ഈ 2024 അവസാനവും 2025 ജാനുവരി ഡിസംബർ പകുതിയോടെ തന്നെ ചൂട് വളരെയധികം കൂടി വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. അടുത്തത് ചോദിച്ചാൽ വാട്ട് ഹാസ് Union Ministry's Agriculture made mandatory for registering new beneficiaries under PM Kisan. PM Kisan എന്താണെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. എന്താണ് PM Kisan? 2019 ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് അല്ലെ. ഇന്ത്യയിലെ കർഷകർക്ക്, തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ നൽകുന്ന സ്കീമാണ്. 2000 രൂപയുടെ അല്ലെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് പണം ലഭിക്കും അല്ലെ. 2000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ പദ്ധതി പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നു, പണം ലഭിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ 2019 കഴിഞ്ഞ് 2025 കറക്റ്റ് ബെനിഫിഷ്യറീസിനെ കണ്ടെത്താനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, യൂണിയൻ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ആധാർ നമ്പർ. നേരത്തെ തന്നെ മസ്റ്റ് ആയിരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മസ്റ്റ് ആയിരുന്നു. ഈ 6000 രൂപ നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ ഭാഗമായി നേരിട്ട് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വിതരണം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് മസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഫാർമേഴ്സ് ID ആണ് മസ്റ്റ് ആക്കിയിട്ടുള്ളത്. എന്താണ് മസ്റ്റ് ആക്കിയിട്ടുള്ളത്? ഫാർമേഴ്സ് ID. ഓക്കെ, ഈ സ്കീമിന്റെ ഭാഗമായി എന്താണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഫാർമേഴ്സ് ID ആണ് ഇതിന്റെ ഭാഗമായിട്ട് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ ഫാർമേഴ്സ് IDs. Union Ministry of Agriculture has announced a key change in the registration process of new applications under PM Kisan Direct Transfer Scheme program from January 1st, 2025. വാർത്ത പരിശോധിക്കുമ്പോൾ നമുക്ക് വേറൊരു ചോദ്യം കൊണ്ട് ഉത്തരം ഇവിടെ കിട്ടിയല്ലോ. PM കിസാന് എന്ന് മുതലാണ് എന്ത് നിർബന്ധമാക്കിയത്? ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയത്. അത് January 1, 2025 All new applicants have required to obtain digital IDs linked to land records as per official. This move aimed to ensuring that only genuine land-owning farmers receive beneficiaries streaming access to welfare schemes of farmers. അതായത് ഫാർമേഴ്സിന്റെ കൃത്യ ഫാർമേഴ്സിന് തന്നെ എന്ത് ചെയ്യുക, കിട്ടുക. നമുക്ക് കൃത്യമായിട്ട് ഫാർമേഴ്സിന്റെ ഇടയിൽ തന്നെ ഈ സ്കീം നടപ്പാക്കുക. ഓക്കെ, നമ്മുടെ ഫാർമേഴ്സ് IDക്കകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു? ഫാർമറിന്റെ നെയിം ഉൾപ്പെടുന്നു. ലാൻഡ് ഹോൾഡിംഗ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു. എന്തുൾപ്പെടുന്നു? ലാൻഡ് ഹോൾഡിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടുന്നു. ക്രോപ്പ് ഗ്രോത്ത് ഓൺ ഫീൽഡ്, ഗ്രോൺ ഓൺ ലാൻഡ്, അതായത് ഏത് കൃഷിയാണ് ചെയ്യുന്നത്.
അതർ റിലവന്റ് ഡേറ്റ ഫോർ അഗ്രികൾച്ചറൽ വെൽഫെയർ പ്രോഗ്രാം. അഗ്രികൾച്ചറൽ വെൽഫെയർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രോഗ്രാമുകൾ PM കിസാൻ ഉൾപ്പെടെ ഏതൊക്കെ പ്രോഗ്രാമുകൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഈ ഒരു കാര്യം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ലഭ്യമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഇവൻ ഡസ് പ്രവാസി ഭാരതീയ ദിവസ് കോമറേറ്റ്? നമ്മുടെ ഇന്ത്യയിൽ ജനുവരി മാസം 9 പ്രവാസി ഭാരതീയ ദിവസമാണ് എന്ന് നമുക്കറിയാം. എന്നാണ് ഈ പ്രവാസി ഭാരതീയ ദിവസം ജനുവരി മാസം 9 ഒബ്സർവ് ചെയ്യാനുള്ള കാരണം? വേറെ ഒന്നുമല്ല, മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു എത്തുന്നത് 1915 ജനുവരി മാസം 9-നാണ്. ഈ ഒരു ദിവസമാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. 2025 ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് 18ാമത്തെ പ്രവാസി ഭാരതീയ ദിവസമാണ്. മനസ്സിലായല്ലോ? ജനുവരി 8 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയായിരുന്നു? ഒഡീഷയിലെ ഭുവനേശ്വർ ആയിരുന്നു. ഈ വർഷത്തെ തീം എന്താണെന്ന് ചോദിച്ചാൽ ഡയസ്പൊറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത്. അതായത് വികസിത ഭാരതത്തിലേക്ക് ആരുടെ? പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ തീം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ വിൽ ആൾസോ ഇനാഗ്രേറ്റ് 4 എക്സിബിഷൻ ഓഫ് 18th പ്രവാസി ഭാരത് ദിവസ് കൺസെപ്ഷൻ. അപ്പൊ ഈ കൺവെൻഷൻ, ഈ പ്രവാസി ഭാരത ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ 4 പ്രധാനപ്പെട്ട കൺവെൻഷനുകൾ നടത്തിയിട്ടുണ്ട്. ഒന്നാമതാണ് വിശ്വരൂപ റാം കൺവെൻഷൻ. മനസ്സിലായല്ലോ? ദ യൂണിവേഴ്സൽ ലെഗസി ഓഫ് രാമായണ. ദിസ് എക്സിബിഷൻ വുഡ് പ്രസന്റ് ദ ടൈംലെസ് എപ്പിക് ഓഫ് രാമായണ ത്രൂ കർട്ടഡ് ജക്സപോസിഷൻ ആൻഡ് ട്രഡീഷണൽ കണ്ടംപററി ആർട്ട് ഫോം. അപ്പം വിശ്വരൂപ റാം എന്ന് പറയുന്നത് രാമായണത്തിന്റെ പ്രാധാന്യം ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു പ്രവാസി ഭാരതീയ ദിവസവുമായി ബന്ധപ്പെട്ട്. അതായത് അടുത്തെന്ന് പറയപ്പെടുന്നത് ഡിയാസ്പൊറാസ് കോൺട്രിബ്യൂഷൻ ടു ടെക്നോളജി ആൻഡ് വികസിത ഭാരത് എന്ന് പറയുന്ന ആശയത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അതുപോലെ തന്നെ സ്പ്രെഡ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇന്ത്യൻ ഡിയാസ്പൊറാസ് എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. പ്രധാനമായിട്ട് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രവാസികളുടെ സംഭാവന അല്ലെ നമുക്ക് കൃത്യമായിട്ട് ഓർക്കാം. അപ്പം ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ സബ്മിറ്റ് നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് ഓർക്കുക, പഠിക്കുക. മനസ്സിലായല്ലോ? 4ാമത്തത് എന്തായിരുന്നു? ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ഓഫ് ഒഡീഷ. ഒഡീഷയുടെ കൾച്ചറും അതേപോലെ തന്നെ ഹെറിറ്റേജും ഒക്കെ എന്ത് ചെയ്യുക, ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ എക്സിബിഷൻ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന 4 എക്സിബിഷന്റെ പേരുകൾ വിശ്വരൂപ റാമുണ്ട്, ഡിയാസ്പൊറാസ് കോൺട്രിബ്യൂഷൻ ടു ടെക്നോളജി ആൻഡ് വികസിത ഭാരത്, സ്പ്രെഡ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഇന്ത്യൻ ഡിയാസ്പൊറാസ്, അടുത്തെന്ന് പറയുന്നതാണ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ഓഫ് ഒഡീഷ. എന്നുള്ളതായിരുന്നു ഇതിന്റെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 4 കണ്ടന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, അപ്പം 2025 ജാനുവരി മാസത്തിൽ നമ്മൾക്ക് പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള കുറച്ചധികം കണ്ടന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓഫ് കോഴ്സ് ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിലും 2025 ജാനുവരി മാസത്തിലെ പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ ഏത് വാർത്തകൾ എടുത്താലും നമ്മൾ പ്രധാനമായിട്ട് നോക്കിക്കൊണ്ടു പോകേണ്ടുന്നതോ 1 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള വിഷയങ്ങൾ, ഓരോ മാർക്ക് കൃത്യമായിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന വിഷയങ്ങളെയാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വിശേഷങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ മറ്റു കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നുണ്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് എന്ത് ചെയ്യുക, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ എല്ലാം വൃത്തിയായിട്ട് കാണുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക, പത്രം വായിക്കുക, ന്യൂസസ് നല്ല രീതിയിൽ കാണുക. ഡു വെൽ. താങ്ക് യു.